നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ സെന്റിമെന്റ്സ് പ്ലസ് സംഘപരിവാർ ഏജന്റ് ഡയലോഗിന് പിണറായിയുടെ മാസ് ആൻഡ് തഗ് മറുപടി പുറത്തേക്ക് വന്നപ്പോൾ ഒരു മോങ്ങൽ പല പ്രദേശത്തും ഇങ്ങനെ ഉയർന്നു കേൾക്കുകയാണ്. ഞങ്ങളുടെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചേ, ഞങ്ങളുടെ രാഹുൽ ഗാന്ധി അപമാനിക്കുന്നേ, ഞങ്ങളുടെ രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നേ, ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നേ. നാണോ ഉണ്ടാണോ? അത് ചോദിക്കുന്നില്ല. ഇരന്ന് മേടിച്ച മറുപടി. അതായത് ഇപ്പോ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് എന്നാണ് ചിലയിടങ്ങളിൽ എന്നുള്ള അഭിപ്രായം. ശരിയാണ്, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണെങ്കിൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് തന്നെ. എന്തായാലും ആ ഇൻകറക്റ്റിനുണ്ടായ സാഹചര്യവും അതിനുള്ള മറുപടിയും കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. Why is it that the BJP does not attack the Chief Minister of Kerala? രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത പ്രയാസം. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്? എന്താണ് കസ്റ്റഡി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്, ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യല് നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങൾക്കിത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞാൽ അത് വാങ്ങി പോക്കറ്റ് വെച്ചുകൊണ്ട് പോകുന്നവരാണ് ഇടതുപക്ഷക്കാർ എന്ന് കരുതരുത്. അത് അമിട്ട് ഷാജിനടുത്ത് ചോദിച്ചാൽ പറഞ്ഞുതരും. ഇവിടത്തെ സർക്കാരിനെ വലിച്ചു താഴെ ഇടുമെന്നൊരിക്കൽ ഒരു ഗീർവാണം മുഴക്കിയിരുന്നു. അന്നും കൊടുത്തിരുന്നു നല്ല മറുപടി. എങ്ങനെ? അതിന് ഈ വെള്ളക്കെട്ട് തടി പോരാ എന്ന് പിണറായി കൊടുത്ത മറുപടി വലിയ ഹർഷാരവത്തോടു കൂടി തന്നെയാണ് കേരളം ഏറ്റെടുത്തത്. സർക്കാരിന്റെ വെളിച്ചെട്ട് താഴെ അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട്. അതൊക്കെയാണ് ഗുജറാത്തിലും മറ്റും പ്രയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോ ഈ രാഹുൽ ഗാന്ധിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു സംഗീശന്റെയും ഗിർ സുധാകരന്റെയും വാക്ക് കേട്ടുകൊണ്ട് കണ്ണൂരിൽ എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ആ ചോദ്യം ഉന്നയിച്ചെങ്കിൽ അതിന്റെ മറുപടി കേൾക്കേണ്ടി വരും. അല്ലാതെ അത് കേട്ടിട്ട് നിശബ്ദമായോ രാഹുൽ ഗാന്ധി അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഒന്നും പറഞ്ഞുകൂടാ. അതങ്ങ് ഡൽഹിയിൽ എവിടെ പോയി പറഞ്ഞാൽ മതി? സോണിയ ഗാന്ധിജിയോട് പോയി പറഞ്ഞാൽ മതി, അവർ കേൾക്കും. ചിലപ്പോൾ അവർ ഇതിനൊന്നും മറുപടി പറയാതെ പോകും. ഈ നാട്ടിൽ വന്നിട്ട് ഇവിടത്തെ പ്രധാനപ്പെട്ട നേതാവിനെ അല്ലെങ്കിൽ ഈ നാടിന്റെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചിട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് ഈ നാട്ടിലെ സംഘപരിവാറിന്റെ സർക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ മറുപടി കേൾക്കണ്ടേ? മറുപടി കേട്ടേ പറ്റുള്ളൂ. ആ മറുപടി നല്ല ഷാർപ്പിന് തിരിച്ചു വരുമ്പോ കിടന്ന് മോങ്ങാതടേ തിരിച്ച് പഞ്ചടിക്കാൻ പറ്റുമോ നോക്ക്. അതല്ലേ അതിന്റെ ഒരു ഹീറോയിസ്റ്റിക് എന്ന് പറയുന്നത്. എന്തായാലും സഹതാപ് ഇറക്കാൻ നോക്കി ഇപ്പോ ആകെ പെട്ടിട്ടുണ്ട്. ചരിത്രമെടുത്ത് വെളിയിലിട്ടാണ് പിണറായി മറുപടി പറഞ്ഞു വെച്ചത്. അങ്ങനെ തന്നെയാണ് മറുപടി പറയേണ്ടത്. പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ഉണ്ടാക്കേണ്ട സാഹചര്യം എന്താണ്? ഈ നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPM-നെതിരെ മത്സരിക്കാൻ വരുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹം BJP നരേന്ദ്രമോദിയെ എതിർക്കുന്നത് കൊണ്ടാണല്ലോ അവർക്കെതിരെ ഒരു സീറ്റിൽ പോലും മത്സരിക്കാൻ ഈ നട്ടലുറപ്പ് കാണിക്കാത്തത്. ആ നട്ടലുറപ്പില്ലായ്മ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടത്തെ ഒരു സംവിധാനത്തെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പേര് പറഞ്ഞ് ഇടിക്ക് ചൂണ്ടിക്കൊടുക്കുന്ന പണി ചെയ്തിട്ട് ആ പണി ചെയ്തതിന് മറുപടി പറയരുത്, അത് രാഹുൽ ഗാന്ധിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ വിഗ്രഹങ്ങൾ ഒന്നുമില്ല. ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു പറയാതെ വിടുന്ന യാതൊരു തരത്തിലുള്ള പോളിസി ഇല്ല. പോളിസി വയലേഷൻ ആര് നടത്തിയാലും മറുപടി കേട്ടിട്ട് പോയാ മതി. മറുപടി എന്ന് പറഞ്ഞാൽ വെറുതെ ഞഞ്ഞാ പിഞ്ഞ മറുപടിയല്ല, നല്ല A ക്ലാസ് മറുപടി. കൊള്ളേണ്ടടുത്ത് കൊള്ളും. കാര്യം ജയില്, ED, ചോദ്യം ചെയ്യൽ, CBI എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ചാടി കടന്നു വന്നവനാണ് ഈ പിണറായി എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് തന്റെ മുത്തശ്ശി അഥവാ വലിയ തള്ള പിടിച്ചകത്തിട്ടിട്ട് അന്ന് ഭയന്നിട്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യിച്ചത് ആര്? അദ്ദേഹത്തിന്റെ മാതാവ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ CBIക്ക് മുന്നിൽ ഇട്ടുകൊടുത്തപ്പോഴും അദ്ദേഹം അന്നും പേടിച്ചില്ല. പിന്നെയാണ് ഇന്നിപ്പോ ഈ ചെറുപിള്ളയുടെ ഒരു വാചകം. ആര്? ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്തത് മോദിജി നടപ്പാക്കണമെന്ന ആഗ്രഹം പറയുമ്പോൾ മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ. മറുപടി പറയുന്നത് കൊണ്ട് തന്നെയാണ് പിണറായി എന്ന വ്യക്തിക്ക് ഇന്ന് കേരളത്തിൽ ഈ പേരും ഈ പെരുമയും ഈ സ്വീകാര്യതയും ഉണ്ടായിരിക്കുന്നത്. അവിടെ നിശബ്ദത പാലിച്ചാൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ,
ആ മറുപടിയിൽ അദ്ദേഹം മൗനം പാലിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വല്ലാത്ത രീതിയിൽ അവർക്കും വിഷമമുണ്ടാകും, അമർഷമുണ്ടാകുമായിരുന്നു. കാര്യം അങ്ങനെയുള്ള വാചകം തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത്. അത് സ്ക്രിപ്റ്റഡ് ആയിട്ട് കൊടുത്തവരുടെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞ തിരിച്ചു പറയാൻ പാടില്ല, ഞാൻ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമാണെന്നൊക്കെ പറഞ്ഞാൽ കൈ വെച്ചിരുന്നാൽ മതി എന്നുള്ളത് തന്നെയാണ് അതിന്റെ മറുപടി. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞതിന് അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ പോയി നിന്ന് ഇങ്ങനെയുള്ള മറുപടി തന്നത്. ആ മറുപടി എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. ആ കൊണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംഗീശനും സുധാകരൻസും എല്ലാം നടന്ന് ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നേ ആക്രമിക്കുന്നത് എന്ന് പറയുന്നത്. നാവും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വായും വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് പോയാൽ മര്യാദയ്ക്ക് പോകാം. അല്ലാതെ ഈ നാട്ടിൽ വന്ന് രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയാതെ സഹതാപം സൃഷ്ടിക്കാനുള്ള വാചകം അടിച്ചു കഴിഞ്ഞാൽ തോക്കുമെന്നുള്ള ഒരു കാര്യത്തിന്റെ ഭയപ്പാടിൽ മാറി നിൽക്കത്തതുമില്ല, മറുപടി പറഞ്ഞിട്ടേ പോകുള്ളൂ. മറുപടി പറയുന്നത് തന്നെയാണ് അന്തസ്സും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം. നിങ്ങൾ പല വിഷയങ്ങളിലും മൗനം അവലംബിച്ച് എങ്ങനെയെങ്കിലും ഈ നൈസിന് വളഞ്ഞ വഴിയിലൂടെ കടക്കാൻ പറ്റുമോ എന്നും പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യം അഭിമുഖീകരിക്കുമ്പോൾ അതിലെല്ലാം നിശബ്ദത പാലിക്കുന്നവർക്ക് ഇതൊക്കെ ചിലപ്പോൾ ഒരു പരിചിതമല്ലാത്ത കാര്യമായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ സംവിധാനം ഇവിടെ വളർന്നതും പിണറായി വിജയൻ എന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയതും. അതുകൊണ്ട് ഇന്നലത്തെ മഴയത്ത് ജനിച്ച രാഹുൽ ഗാന്ധി വന്ന് അങ്ങ് ഞൊട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ പിറം തലക്കിട്ട് ഒരു കൊട്ടും തന്ന് പറഞ്ഞു വിടുന്ന ഇനമാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും.